ലാഹോറിലിട്ട് അമീർ ഹംസയെ ചിതറിച്ച് അജ്ഞാതൻ. ലഷ്കർ ഇ തോയ്ബ ഭീകര തലവനെ വാരിയെടുത്ത് ആശുപത്രിയിലെത്തിച്ച് അംഗരക്ഷകർ. ലാഹോർ ആശുപത്രിക്ക് മുന്നിൽ അമീർ ഹംസയ്ക്ക് വേണ്ടി കൂട്ടപ്രാർത്ഥന നിലവിളി. അങ്ങ് ടെഹ്റാനിൽ വിറയ്ക്കുകയാണ് ചർച്ചയ്ക്ക് പോയ പാക് സൈനിക മേധാവി അസിം മുനീർ. റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നിന്ന് ലാഹോറിലേക്ക് ഓടി പാക് സൈനിക ഉന്നതർ. ലാഹോർ മുതൽ റാവൽപിണ്ടി, പാക് പഞ്ചാബ്, കറാച്ചി തുടങ്ങി മേഖലകളിലെ ഭീകരർ ചിതറി ഓടുന്നു. തോക്കെടുത്ത് തല ചിതറിക്കാൻ ഏതു നിമിഷവും ചാടി വീഴുന്ന അജ്ഞാതൻ പേടിയിലാണ് ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ ഭീകര കൂട്ടങ്ങൾ. ലഷ്കർ ഇ തോയ്ബ സ്ഥാപകനായ അമീർ ഹംസ ഭീകരരുടെ ആരാധ്യ പുരുഷനാണ്. അവർക്ക് ദൈവതുല്യനാണ് അമീർ. എന്നാൽ ദൈവം മയ്യത്തായെന്നും മയ്യത്താകാറായി ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലടിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പോലെ അമീറിന്റെ വെടി തീർത്തത് ഇന്ത്യൻ ചാരന്മാരാണെന്ന് കരഞ്ഞു നിലവിളിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം. പാക് ഭീകര കൂട്ടത്തിന് വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ടു. ലാഹോറിലെ ഒരു ന്യൂസ് ചാനലിന്റെ ഓഫീസിന് മുന്നിൽ വെച്ചാണ് അമീർ ഹംസയ്ക്ക് വെടിയേറ്റതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അമീർ ഹംസയ്ക്ക് നേരെ വെടിയുതിർത്തതിന് പിന്നാലെ അജ്ഞാതനായ അക്രമി സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകളിലുണ്ട്. ഇയാളുടെ നില ഗുരുതരമാണെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മെയ്യിലും അമീർ ഹംസയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. അതും അജ്ഞാതൻ വെടിവെച്ചതാണ്. ലാഹോറിലെ വീട്ടിൽ വെച്ച് എന്തോ അപകടം സംഭവിച്ചുവെന്നും തുടർന്ന് പരിക്കേറ്റ നിലയിൽ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുമായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ. അമീർ ഹംസയ്ക്ക് വെടിയേറ്റതാണെന്ന് അന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് തള്ളുകയായിരുന്നു. പക്ഷെ അന്ന് തലനാരിഴയ്ക്കാണ് അമീർ ഹംസ രക്ഷപ്പെട്ടത്. നിരോധിത ഭീകര സംഘടനയായ ലഷ്കറിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അമീർ ഹംസ. തീവ്ര പ്രസംഗങ്ങളിലൂടെയും ലഷ്കറിന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇയാൾ കുപ്രസിദ്ധി നേടിയിരുന്നു. അമീർ ഹംസ ഉൾപ്പെടെയുള്ള 17 ഭീകരവാദികൾ ചേർന്നാണ് ലഷ്കർ ഇ തോയ്ബ സ്ഥാപിച്ചത്. ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇയാൾ ലഷ്കറിനായുള്ള പണം സ്വരൂപിക്കുന്നതിനും റിക്രൂട്ട്മെന്റിനും ഭീകരരെ മോചിപ്പിക്കാനുള്ള ചർച്ചകളിലും സജീവമായിരുന്നു. 1959 മെയ് 10 പഞ്ചാബ് പ്രവിശ്യയിലെ ഗുജ്റൻവാലിയിൽ ജനിച്ച ഹംസ 1985 1986 ഇടയിൽ തീവ്രവാദി ഹാഫിസ് സയ്യിദിനൊപ്പം ഭീകര സംഘടനയായ LETയുടെ സ്ഥാപകനും 2005 ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നടന്ന ഭീകരാക്രമണം ആസൂത്രണം ചെയ്യാൻ സഹായിച്ചതായി കരുതപ്പെടുന്നയാളുമാണ്. കശ്മീരിന് പുറത്തുള്ള ആദ്യത്തെ പ്രധാന LET ആക്രമണങ്ങളിലൊന്നായിരുന്നു ബംഗളൂരുവിലേത്. സയ്യിദിന് ശേഷമുള്ള രണ്ടാമത്തെ പ്രധാന ലഷ്കർ ഇ തോയ്ബ നേതാവായി കണക്കാക്കപ്പെടുന്ന ഹംസ വർഷങ്ങളായി ഭീകര ഗ്രൂപ്പിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചു. പ്രചാരണ വിഭാഗത്തെയും പൊതുജന സമ്പർക്ക ക്യാമ്പയിനുകളെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ് ട്രഷറി വകുപ്പ് ഇയാളെ ഭീകരവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഹംസ ലഷ്കർ ഇ തോയ്ബയുടെ കേന്ദ്ര ഉപദേശക സമിതിയുടെ ഭാഗമാണെന്നും സയ്യിദിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഗ്രൂപ്പിന്റെ ബാഹ്യ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. 2010 വരെ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട ചാരിറ്റബിൾ ഓർഗനൈസേഷനിലും സയ്യിദ് മേൽനോട്ടം വഹിക്കുന്ന ഒരു ലഷ്കർ ഇ തോയ്ബ സർവകലാശാല ട്രസ്റ്റിലും ഉന്നത സ്ഥാനം വഹിച്ചിരുന്നു. ലഷ്കർ പ്രത്യയ ശാസ്ത്രജ്ഞനായി കണക്കാക്കപ്പെടുന്ന 66 വയസ്സുള്ള ഹംസ പ്രഭാഷകനും എഴുത്തുകാരനുമായി അറിയപ്പെടുന്നു. കൂടാതെ ലഷ്കർ പ്രചാരണ സാമഗ്രികളുടെ പ്രചാരത്തിലും സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. 2010 തടവിലാക്കപ്പെട്ട ലഷ്കർ ഇ തോയ്ബ അംഗങ്ങളെ മോചിപ്പിക്കുന്നതിനായി ചർച്ച നടത്തിയ 3 മുതിർന്ന തീവ്രവാദികളിൽ ഹംസയും ഉൾപ്പെട്ടിരുന്നു. 2018 ജമാഅത്ത് ഉദ്ദവ, ഫലാഹ് ഇ ഇൻസാനിയത്ത് ഫൗണ്ടേഷൻ തുടങ്ങിയ ലഷ്കർ ഇ തോയ്ബയുടെ സാമ്പത്തിക മേഖലകളിൽ ആഗോള തലത്തിലുണ്ടായ അടിച്ചമർത്തലുകളെ തുടർന്ന് ഹംസ മാതൃസംഘടനയിൽ നിന്ന് അകന്നിരുന്നു. തുടർന്ന് ഇയാൾ ജയ്ഷെ ഇ മൻഖാഫ എന്ന പേരിൽ പുതിയൊരു ഗ്രൂപ്പ് ആരംഭിച്ചു. 2018 സാമ്പത്തിക സഹായങ്ങൾ കുറഞ്ഞതോടെയാണ് ലഷ്കറുമായി അകലം പാലിച്ച ഹംസ മറ്റ് സംഘടനകളിലേക്ക് ചേക്കേറിയത്. തുടർന്നായിരുന്നു ജയ്ഷെ മൻഫാഖ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചതും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയും സാമ്പത്തിക ഭാഗങ്ങൾ, അതായത് ഈ സംഘടനയ്ക്ക് വേണ്ടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതും ഇയാളാണ്. ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ സംഘടന ചില നീക്കങ്ങൾ നടത്തിയിരുന്നതായിട്ടാണ് റിപ്പോർട്ട്. പുതിയ ഭീകര സംഘടന രൂപവൽക്കരിച്ചുവെങ്കിലും അമീർ ഹംസ ലഷ്കർ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. കൂടാതെ ജയ്ഷെ മുഹമ്മദുമായിട്ടും വലിയ ബന്ധമാണ് ഇയാൾക്കുണ്ടായിരുന്നത്. പാക് ഭീകര സംഘങ്ങളെ വിറപ്പിക്കുകയാണ് അജ്ഞാതൻ.
ആരാണ് ശരിക്കും ഈ അജ്ഞാതൻ? ഇത് ഒരാളാണോ അതോ ഒരു കൂട്ടം ആൾക്കാരാണോ? കറുത്ത ജാക്കറ്റ് ധരിച്ച് കണ്ണടയും വെച്ച് ബൈക്കിലാണ് അജ്ഞാതൻ പലപ്പോഴും എത്താറുള്ളത്. ചിലപ്പോൾ 2 പേരുണ്ടാകും, ചിലയിടത്ത് ഒരാളാണ് എത്താറ്. മിന്നൽ വേഗത്തിൽ എത്തുകയും വെടിയുതിർത്ത് അതേ സ്പീഡിൽ മടങ്ങുകയും ചെയ്യും. ആരാണെന്ന് കണ്ടെത്താനുള്ള ഒരു ചെറിയ തെളിവ് പോലും അവശേഷിപ്പിക്കില്ല. പാക് സൈന്യം പറയുന്നത് ഇവർ ഇന്ത്യയുടെ IB റോ ചാരന്മാരാണെന്നാണ്. കൃത്യമായ പരിശീലനം കിട്ടിയവരാണ്. ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്നതിൽ അഗ്രഗണ്യരാണിവരെന്നും പാക് പട്ടാളം വ്യക്തമാക്കുന്നു. പാക് ഭീകരക്കൂട്ടം അജ്ഞാതൻ പേടിയിൽ പുറത്തിറങ്ങാനാകാതെ ഇപ്പോൾ വിറയ്ക്കുകയാണ്. ഇന്ത്യ തിരയുന്ന ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരർ പാകിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ പൂണ്ട് വിളയാടുകയാണ് അജ്ഞാതക്കൂട്ടം. 2023 ഒക്ടോബറിൽ സിയാൽകോട്ടിലെ ഒരു പള്ളിക്കുള്ളിൽ ചത്തുമലച്ചത് 3 ഭീകരരാണ്. ഇതുകൂടാതെ കൊല്ലപ്പെട്ട ഭീകരരുടെ കണക്കെടുത്താൽ അജ്ഞാതന് പിന്നിൽ ഇന്ത്യ തന്നെയല്ലേ എന്ന് നമുക്കും സംശയം തോന്നും. മുഹമ്മദ് താഹിർ അൻവർ. അമീർ ഹംസയ്ക്ക് തൊട്ടു പിന്നാലെ ജയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ താഹിർ അൻവറിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. സിയാ ഉർ റഹ്മാൻ. 2024 ജൂണിൽ നടന്ന റിയാസി ബസ് ആക്രമണത്തിന്റെ സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന ഇയാളെ 2024 മാർച്ചിൽ അജ്ഞാതൻ വെടിവെച്ചു കൊന്നിരുന്നു. പരംജിത് സിംഗ് പഞ്ച്വർ. ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് തലവനായ ഇയാളെ ലാഹോറിൽ പ്രഭാത സവാരിക്കിടെയാണ് അജ്ഞാതൻ വെടിവെച്ചു കൊന്നത്. പാക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിൽ ഉണ്ടായിട്ടും ഇയാൾ കൊല്ലപ്പെട്ടു. ഷാഹിദ് ലത്തീഫ്. 2016 പത്താൻകോട്ട് വ്യോമസേനാ താവള ആക്രമണത്തിന്റെ സൂത്രധാരൻ. 2023 ഒക്ടോബറിൽ സിയാൽകോട്ടിലെ ഒരു പള്ളിക്കുള്ളിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. അക്രം ഖാൻ ഖാസി. ലഷ്കർ റിക്രൂട്ട്മെന്റ് തലവനായിരുന്ന ഇയാളെ ഖൈബർ പക്തൂൺഖയിൽ ബൈക്കിലെത്തിയ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സഹൂർ മിസ്ത്രി. 1999 ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചിയ ഭീകരരിൽ ഒരാൾ. 2022 മാർച്ചിൽ കറാച്ചിയിൽ വെച്ച് ഇയാൾ കൊല്ലപ്പെട്ടു. വിമാനത്തിലെ യാത്രക്കാരനായിരുന്ന രൂപൻ കത്വാലിനെ കുത്തിക്കൊന്നത് മിസ്ത്രിയായിരുന്നു. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പാകിസ്ഥാനിലെ ഭീകര ശൃംഖലകൾക്കുള്ളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. ആഭ്യന്തര കലഹങ്ങളാണോ അതോ പുറത്തുനിന്നുള്ള ഇടപെടലുകളാണോ ഇതിന് പിന്നിലെന്ന് പാക് അധികൃതർ അന്വേഷിക്കുകയാണ്. ഈ അടുത്ത് ലഷ്കറിന് ഏറ്റവും വലിയ അടി കിട്ടിയത് അബു ഖത്തലിന്റെ കൊലപാതകമാണ്. 2025 ഈ ഭീകരനെ അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. ജമ്മുകശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഖത്തൽ. 26/11 മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത സഹായിയായിരുന്നു ഖത്തൽ. ഹാഫിസ് സയ്യിദാണ് ലഷ്കർ-ഇ തോയ്ബയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിക്കുന്നത്. ജമ്മുകശ്മീരിലെ ശിവ്ഖോരി സന്ദർശിക്കാനെത്തിയ തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഖത്തൽ. 2024 ജൂൺ 9 റാസി ജില്ലയിലാണ് സംഭവം നടന്നത്. തീർത്ഥാടകരുടെ ബസിന് നേരെ ഭീകര സംഘം വെടിയുതിർക്കുകയും തുടർന്ന് ബസ് മലയിടുക്കിലേക്ക് മറിയുകയും ചെയ്തു. 2 വയസ്സുള്ള ഒരു കുഞ്ഞടക്കം 9 പേരാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. 41 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആകെ 10 പേർക്കാണ് ഭീകരരുടെ വെടിയേറ്റിരുന്നത്. 2023 ജനുവരി 1 മുതൽ 2 വരെ നടന്ന രാജസ്ഥാനിലെ രജൌരി ആക്രമണത്തിലും ഖത്തലിന് പങ്കുണ്ട്. രജൌരിയിലെ ദാംഗ്രി വില്ലേജിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു ഭീകരർ ആക്രമണം നടത്തിയത്. 2 കുട്ടികളടക്കം 7 പേരായിരുന്നു അന്ന് സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. 12 പേർക്ക് പരിക്കേറ്റു. 2023 ജനുവരി 1 നടന്ന രജൌരി ആക്രമണം സംബന്ധിച്ച ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിൽ അബു ഖത്തലും ഉൾപ്പെട്ടിരുന്നു. ലഷ്കർ-ഇ തോയ്ബയുടെ 3 ഭീകരർ ഉൾപ്പെടെ 5 പേരായിരുന്നു സംഭവത്തിലെ പ്രതികൾ. ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉണ്ടായിരുന്ന ഭീകരവാദിയാണ് ഖത്തൽ. സുരക്ഷാ സേനയും സുരക്ഷാ ഏജൻസികളും കുറച്ചു കാലങ്ങളായി ഇയാൾക്ക് പിന്നിലായിരുന്നു. ഒടുക്കം അജ്ഞാതൻ ഇറങ്ങി തല ചിതറിച്ചു.